ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. കണ്ടുപിടിച്ചവർ കമന്റിലൂടെ അറിയിക്കുക. എന്തായാലും ഇതിൽ 5500 mAh ബാറ്ററി കുത്തി നിറച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് റിയലി അപ്രീഷിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം 7.49 mm മാത്രമാണ് തിക്നെസ് വരുന്നത്. എനിക്ക് തോന്നുന്നു 5500 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള കാറ്റഗറിയിൽ ഇത്രയും സ്ലിം ആയിട്ടുള്ള ഫോൺ വേറെ ഉണ്ടാവില്ല. ഇതാണ് വിവോ ഏറ്റവും പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന വിവോ V40e. ഇത് റോയൽ ബ്രോൺസ് കൊള്ളാം. അത്യാവശ്യം ഒരു ലക്ഷറി ലുക്ക് ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇതിനെ ലക്ഷറിയസ് ഡിസൈൻ എന്നാണ് വിളിക്കുന്നത്. ഒരു കളറും കൂടിയുണ്ട്, മിന്റ് ഗ്രീൻ. യെസ്, അതിലും ഈ കാണുന്ന ഇൻഫിനിറ്റി ഐ ക്യാമറ മൊഡ്യൂൾ ഉണ്ട്. സംഭവം ഇതിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ അടങ്ങിയിട്ടുള്ള സോണിയുടെ IMX882 എന്ന് പറയുന്ന സെൻസറാണ്. സോ നോർമലി എടുക്കുന്ന ഫോട്ടോസ് നല്ലതാണ് എന്ന് മാത്രമല്ല അത്യാവശ്യം നല്ല നൈറ്റ് പോർട്രേറ്റ്സും ഇതിലെടുക്കാൻ പറ്റുന്നുണ്ട്. കൂടാതെ ഒരു 8 MP അൾട്രാ വൈഡ് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അതും അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള ഫോട്ടോസ് തന്നെയാണ് എടുക്കുന്നത്. ഫ്രണ്ടിൽ 50 MP ഒരു ഐ ഓട്ടോ ഫോക്കസ് ഉള്ള ഒരു ഗ്രൂപ്പ് സെൽഫി ക്യാമറയാണ്. യെസ്, നമ്മുടെ ഐ ട്രാക്ക് ചെയ്യുന്ന ആനിമേഷൻ ഒക്കെ വരും. അതിന് കുറച്ച് വൈഡ് ആയിട്ടുള്ള വ്യൂയിങ് ആംഗിളാണ്. സോ അത്യാവശ്യം ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് സെൽഫീസ് ആർ ഓൾസോ ഗുഡ്. പോർട്രേറ്റ് എടുത്തിട്ട് നിങ്ങൾ ഇവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ നിങ്ങൾക്ക് ഒരു ഫെസ്റ്റീവ് മോഡ് എന്ന് കാണാം. ഈ ഫെസ്റ്റിവൽ സമയത്തൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ആ ഒരു ലട്ടാണത്. ഈവൻ നോർമൽ ഫോട്ടോസിൽ പോലും എന്താ ഇവിടെ നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 തരത്തിൽ കാണാം. യെസ്, നാച്ചുറൽ ഫോട്ടോസ് എടുക്കാം, ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാം, വിവിഡ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാം. ബാക്കിലാണെങ്കിൽ കളർ ടെമ്പറേച്ചർ മാറുന്ന ഓറ ലൈറ്റ് പരിപാടി ഉണ്ട്. മറ്റേ ഇരുട്ടുള്ള സ്ഥലത്തൊക്കെ നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് ഫ്ലാഷ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഹാർഷ് ആയിട്ടിരിക്കും. ഓറ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ആ ഒരു ഫോട്ടോ പരിപാടി അത് ഇതിനകത്ത് പറ്റും. പക്ഷെ ഓറ ലൈറ്റിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് കൂടെ വരുത്തിയിട്ടുണ്ട്. അത് ഞാൻ പറയാം. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള ഈ ഒരു ക്യാമറ വെച്ച് നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള 4K 30fps വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിന് അത്യാവശ്യം നല്ലൊരു 4K വീഡിയോ ഔട്ട്പുട്ടാണ് കിട്ടുന്നത് എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഈവൻ ഫ്രണ്ട് ക്യാമറയിലും 4K 30fps വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. യെസ് ഗൈസ്, ഈ ഒരു ഫുട്ടേജ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് ക്യാമറയിൽ 4K 30fps ആൻഡ് ഓഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നതും ഇതിന്റെ മൈക്കിൽ കൂടെയാണ്. സോ ഹൗ ഇസ് ഇറ്റ്? ഐ ഫീൽ ദിസ് ഈസ് പ്രിറ്റി ഗുഡ്. പിന്നെ ഇതേപോലെ സപ്പോസ് ബ്ലർ ആയിട്ടുള്ള ഒരു ഫോട്ടോ വന്നു എന്ന് വിചാരിക്കുക. ഇവിടെ താഴെ കാണുന്ന ഈ ഒരു എഡിറ്റ് കൊടുത്തിട്ട് അതിനുശേഷം ഇവിടെ റിപ്പയർ ഉണ്ട്. ഈ ഒരു റിപ്പയർ കൊടുക്കുക. റിപ്പയർ കൊടുക്കുമ്പോൾ അവിടെ കണ്ടില്ലേ AI ഫോട്ടോ എൻഹാൻസ് എന്ന്. അപ്പോൾ ഈ ഒരു AI ഫോട്ടോ എൻഹാൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് AIന്റെ സഹായത്തോടു കൂടി ഇത് ക്ലാരിറ്റി കുറഞ്ഞ ഫോട്ടോനെ ക്ലാരിറ്റി കൂട്ടിത്തരും. ആൻഡ് ഇതേപോലെ എത്ര നല്ല ഫോട്ടോ എടുക്കാൻ നോക്കിയാലും എന്തെങ്കിലും എടുത്തു മാറ്റാൻ മറന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ വീണ്ടും ഇതാ എഡിറ്റിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് AI ഇറേസർ എന്ന് കാണാനായിട്ട് പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഏതാണ് ഈ ഒരു കുപ്പിയല്ലേ ഇറേസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കുപ്പി ഞാനിങ്ങനെ സർക്കിൾ ചെയ്യുവാണ്. സോ ആ ഒരു കുപ്പി ഇങ്ങനെ സെലക്ട് ആയി. ആൻഡ് ഇത് ജനറേറ്റീവ് ഫില്ലാണ്, ഒബ്ജക്റ്റ് ഇറേസിങ് മാത്രമല്ല ചെയ്യുന്നത്. സോ ആ ഒരു സ്ഥലത്ത് ഇത് ഫില്ല് ചെയ്ത് ആ ഒരു ടേബിളൊക്കെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു AI ഇറേസറും ഉണ്ട്. പിന്നെ ഇതേപോലെ മൾട്ടിപ്പിൾ വീഡിയോസ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ ക്ലിപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ എല്ലാം കൂടി അലൈൻ ചെയ്ത് എഡിറ്റ് ചെയ്യുന്ന പരുവത്തിലാക്കി തരും. അല്ല അതിനും നിങ്ങൾക്ക് മടിയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറയുടെ അകത്ത് മൈക്രോ മൂവി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ആ ഒരു മൈക്രോ മൂവി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള മൈക്രോ മൂവിയാണ്, അതായത് വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു വ്ളോഗും കാര്യങ്ങൾ എങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ സെറ്റ് ചെയ്യാം. ഇനി പെർഫോമൻസിൽ പ്രോസസർ വൈസ് ഇതിനകത്തുള്ളത് MediaTek Dimensity 7300 ചിപ്സെറ്റ് ആണ്. അത് ഏകദേശം ഒരു 7 ലക്ഷത്തിന്റെ AnTuTu സ്കോറാണ് വരുന്നത്. ബേസിക്കലി 7300 ചിപ്സെറ്റ് നിങ്ങൾ നോക്കുവാണെങ്കിൽ അത് ഒരു പവർ ഹംഗ്രി ചിപ്സെറ്റ് അല്ല, 4 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്. സോ എഫിഷ്യന്റ് ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ്, കുറച്ച് കുറവ് പവർ എടുക്കുള്ളൂ. അതിലുപരി ഇതിനകത്ത് കുറച്ചുകൂടി ഇമേജ് കേപ്പബിലിറ്റീസ്, ഇമേജ് പ്രോസസിംഗ് കേപ്പബിലിറ്റീസിലെല്ലാമാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സോ 7 lakhs AnTuTu സ്കോറിൽ ഡേ ടു ഡേ ടാസ്കുകളും നോർമൽ ആയിട്ടുള്ള ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ പ്രൈമറി ആയിട്ട് ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഹീറ്റിംഗ് തീരെയില്ല. AnTuTu സ്കോറൊക്കെ ഞാൻ 2 പ്രാവശ്യമൊക്കെ റൺ ചെയ്ത് നോക്കിയപ്പോൾ പോലും ഹീറ്റിംഗ് തീരെയില്ല. കൂടെ നിങ്ങൾക്ക് 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ള 6.7 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ ആയിട്ടുള്ള AMOLED 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ആൻഡ് യെസ്, ആ ഒരു ഡിസ്പ്ലേ നിങ്ങൾക്ക് HDR സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇതേപോലെയുള്ള HDR കോണ്ടന്റുകൾ ഇതിൽ ആസ്വദിക്കാനായിട്ട് പറ്റും. അതിലുപരി അത്യാവശ്യം ലൗഡ് ആയിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സും ലഭിക്കുന്നുണ്ട്. ഇതിനകത്ത് 5500 mAh ബാറ്ററി ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതിന്റെ ബോക്സിനകത്ത് നിങ്ങൾക്ക് 80 വാട്ടിന്റെ ഒരു ഫ്ലാഷ് ചാർജറും ലഭിക്കുന്നുണ്ട്. കൂടെ നിങ്ങൾക്ക് Type A to Type C കേബിൾ, സിം ടൂൾ, ഫോൺ ഇടാനുള്ള ട്രാൻസ്പെറന്റ് TPU കേസ്, കുറച്ച് ഡോക്യുമെന്റേഷൻസ്, പിന്നെ ഫോണും. ബട്ട് ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നില്ല എന്ന് കംപ്ലൈന്റ് പറയരുത്. ഈ ഒരു ഫാസ്റ്റ് ചാർജിങ് മോഡ് നിങ്ങൾ ഓൺ ആക്കി ഇടണം ബാറ്ററി ഹെൽത്തിന്റെ അകത്ത്. ബാറ്ററി ഹെൽത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ 4 കൊല്ലത്തേക്ക് ബാറ്ററി ഹെൽത്തിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഈ ഫോണിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിനകത്ത് നിങ്ങൾക്ക് 360
ഡിഗ്രിയുടെ ഒരു ആൻറ്റണ തരുന്നുണ്ട്. പ്ലസ് ഇവരുടെ പുതിയൊരു സാധനമുണ്ട് AI സൂപ്പർ ലിങ്ക് എന്ന് പറഞ്ഞിട്ട്. സോ AIൻ്റെ സഹായത്തോടു കൂടി ഏതാണ് ബെറ്റർ റിസപ്ഷൻ കിട്ടുന്ന ടവറും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ഫോൺ സെലക്ട് ചെയ്ത് തരും. ഡിവൈസ് IP64 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് റേറ്റിംഗ് ഉണ്ട്. ഷോർട്ട് സെൻസേഷൻ UP ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഇത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്. ഡിവൈസ് ഓടുന്നത് FunTouch OS 14 Android 14 ബേസ് ചെയ്തിട്ട്. ബൈ ഡിഫോൾട്ട് 1-2 എക്സ്ട്രാ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് പിടിക്കുക, അതിനുശേഷം ഇത് അൺഇൻസ്റ്റാൾ കൊടുക്കുക. സോ ഫസ്റ്റ് നിങ്ങൾ ഈ ഫോൺ മേടിച്ചതിന് ചെയ്യേണ്ട പരിപാടി ഇതേമാതിരി എന്തെങ്കിലും ആപ്ലിക്കേഷൻ കാണുവാണെങ്കിൽ അതൊക്കെ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞേക്കാം. ഇനി ഓവറോൾ ആയിട്ട് ഞാൻ എന്താണ് ആ ഒരു പുതിയ ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് സൂചിപ്പിച്ചതെന്ന് വെച്ചാൽ ഇത് ഇനി തൊട്ട് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാം. കാരണം സെറ്റിംഗ്സിനകത്ത് നിങ്ങൾക്ക് ഡൈനാമിക് ലൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻകമിംഗ് കോൾസിനും നോട്ടിഫിക്കേഷൻസിനും ഓറ ലൈറ്റിന് നോട്ടിഫിക്കേഷൻ ലൈറ്റ് ആയിട്ട് ഇതേപോലെ യൂസ് ചെയ്യാം. 8GB LPDDR4X RAM ആണ് വരുന്നത്. 128GB 256GB UFS 2.2 സ്റ്റോറേജ് വേരിയന്റിലാണ് വരുന്നത്. ഡിവൈസിനകത്ത് 8 5G ബാൻഡുകൾ ലഭിക്കുന്നുണ്ട്. പ്ലസ് ഔട്ട് ഓഫ് ദ ബോക്സ് നിങ്ങൾക്ക് സ്ക്രീൻ പ്രൊട്ടക്ടർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി ഇതൊരു ഡിസൈൻ ഫോക്കസ് ചെയ്തിട്ടുള്ള സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ആൻഡ് സ്റ്റൈലിഷ് എന്നുള്ള രീതിക്ക് ഫോൺ എടുക്കുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫോണാണ്. ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന 8GB RAM 128GB സ്റ്റോറേജിന് 28,999 rupees ആണ്. ആൻഡ് 8GB RAM 256GB വേരിയന്റിന് 30,999 rupees ആണ്. ഓൺലൈനിലൂടെ വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേറെയും എക്സ്ട്രാ ഈ കാണുന്ന ഓഫേഴ്സ് എല്ലാം ലഭിക്കുന്നുണ്ട്. ആൻഡ് ഇതിന്റെ പ്രീ ബുക്കിംഗ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവൈലബിൾ ആയിട്ടുള്ളത് 2 October മുതലാണ്. വേണമെങ്കിൽ പരിഗണിക്കാൻ പറ്റുന്ന ഒരു ഫോണാണ് ഈ ഒരു Vivo V40e. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ട് ബെല്ലേക്ക് ക്ലിക്ക് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.